സ്ഥാനാർത്ഥികൾ ഇഫ്താർ വിരുന്നിൽ പങ്കെടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഇഫ്താർ വിരുന്ന് ആര് സംഘടിപ്പിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. രാജ്യത്ത് നിരോധിക്കപ്പെട്ട സംഘടനയാണ് PYF, പോപ്പുലർ ഫ്രണ്ട്. ആ പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ രൂപമാണ് SDPI. SDPI നിരോധിക്കപ്പെടാതെ പോകുന്ന ചില ടെക്നിക്കൽ റീസൺ കൊണ്ടാണ്. SDPI നിരോധിക്കണമെന്ന് കേന്ദ്ര സർക്കാർ ഇലക്ഷൻ കമ്മീഷനോട് നേരത്തെ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ചില സാങ്കേതികത്വത്തിൻ്റെ പേരിലാണ് SDPI നിരോധിക്കപ്പെടാത്തത്. അതെല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. ഇപ്പോഴും SDPIയുടെ മേലങ്കി അണിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്നത് പഴയ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കന്മാരാണ്. ആ SDPI സംഘടിപ്പിക്കുന്ന ഇഫ്താർ വിരുന്നിൽ എന്തടിസ്ഥാനത്തിലാണ് ഇവർ പങ്കെടുക്കുന്നത് എന്നുള്ളതാണ് ഞാൻ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം. മതേതരത്വത്തെക്കുറിച്ചും രാജ്യസുരക്ഷയെക്കുറിച്ചൊക്കെ വലിയ ഗീർവാണ പ്രസംഗം നടത്തുന്നവർ ഒരു നിരോധിത സംഘടനയുടെ ഇഫ്താർ വിരുന്നിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് പച്ചയായിട്ടുള്ള വർഗീയതയാണ്. അത് സംഘടിത മത വോട്ട് ബാങ്കിൽ കണ്ണുനട്ടുകൊണ്ടുള്ള പരിശ്രമമാണ്. അത് അങ്ങേയറ്റത്തെ രാജ്യദ്രോഹ പ്രവർത്തനമാണ്. അപ്പോൾ ഇവർ പറയുന്ന ഈ മതേതരത്വത്തിനൊന്നും യാതൊരു പ്രസക്തിയുമില്ല. സംഘടിത മതവിഭാഗത്തിൻ്റെ വോട്ട് ബാങ്കൾക്ക് പിന്നാലെ എന്ത് വൃത്തികേടും കാണിക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ് ഇതിലൂടെ രണ്ട് മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ വ്യക്തമാക്കുന്നത്.